T20 ലോകകപ്പിന്റെ ആവേശത്തിന് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കാത്തിരിക്കുന്നത് സിംബാബ്വേക്കെതിരായ T20 പരമ്പരയാണ്. ഇടവേളയ്ക്ക് ശേഷം സിംബാബ്വെ പര്യടനം നടത്തുന്ന ഇന്ത്യൻ ടീമിൽ സീനിയർ താരങ്ങൾ ഉണ്ടാകില്ല. T20 ലോകകപ്പ് കളിച്ച താരങ്ങൾക്ക് വിശ്രമം നൽകി ഇന്ത്യ യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകിയാവും ഇറങ്ങുക. അവസാന IPL-ൽ തിളങ്ങിയ പല താരങ്ങൾക്കും സിംബാബ്വെ പര്യടനത്തിൽ അവസരമുണ്ടായേക്കാമെന്നാണ് വിവരം. ചില താരങ്ങൾ സർപ്രൈസായി ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്താൻ ഒരുങ്ങുമ്പോൾ അപ്രതീക്ഷിതമായി ചില യുവതാരങ്ങളും ടീമിൽ ഇടം നേടിയേക്കും. ഈ പരമ്പരയിലൂടെ ചില താരങ്ങൾ അരങ്ങേറ്റം കാത്തിരിക്കുന്നുണ്ട്. വിളിയെത്താൻ സാധ്യതയുള്ള അരങ്ങേറ്റക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ താരം റിയാൻ പരാഗാണ്. അവസാന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനായി തകർപ്പൻ പ്രകടനമാണ് റിയാൻ പരാഗ് കാഴ്ചവെച്ചത്. T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ പരാഗ് ഇടം നേടിയെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നെങ്കിലും അതുണ്ടായില്ല. എന്നാൽ സിംബാബ്വെ പര്യടനത്തിൽ പരാഗിന് ഇന്ത്യ സീറ്റ് നൽകുമെന്ന് ഉറപ്പാണ്. ഓൾറൗണ്ടർ എന്ന നിലയിൽ ഉപയോഗിക്കാവുന്ന പരാഗിന് മധ്യനിരയിൽ മികച്ച പ്രകടനം നടത്താനുള്ള കഴിവുണ്ട്. അതിവേഗത്തിൽ റൺസ് ഉയർത്താനും സമ്മർദ്ദ സാഹചര്യങ്ങളിൽ മികവ് കാട്ടാനും കഴിവുള്ള താരമാണ് റിയാൻ പരാഗ്. അതുകൊണ്ട് തന്നെ പരാഗിന് ഇന്ത്യ അവസരം നൽകിയേക്കും. ഇന്ത്യക്കൊപ്പം വലിയ ഭാവിയുള്ള താരങ്ങളിൽ ഒരാളാണ് റിയാൻ പരാഗ്. അവസാന സീസണിൽ അതിവേഗ പേസ് കൊണ്ട് ഞെട്ടിച്ച താരമാണ് ലക്നൗ സൂപ്പർ ജയൻസിന്റെ മായങ്ക് യാദവ്. സീസൺ പൂർത്തിയാവുന്നതിന് മുമ്പ് അദ്ദേഹം പരിക്കിന്റെ പിടിയിലായിരുന്നു. എന്നാൽ കളിച്ച ചുരുക്കം മത്സരങ്ങളിലൂടെ തന്നെ പ്രതിഭ കാട്ടിക്കൊടുക്കാൻ മായങ്ക് യാദവിനായി. നിലവിൽ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ മായങ്ക് യാദവ് ഉണ്ട്. സിംബാബ്വെ പര്യടനത്തിനായുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് വിവരം. അങ്ങനെയാണെങ്കിൽ അരങ്ങേറ്റക്കാരിൽ ഒരാളായി മായങ്ക് യാദവും ഉണ്ടായേക്കും. ഇന്ത്യയെ ഋതുരാജ് ഗെയ്ക്വാദും നയിക്കുമെന്നാണ് വിവരം. T20 ലോകകപ്പിന്റെ ഭാഗമായതിനാൽ ഋഷഭ് പന്തിനും ഹാർദിക് പാണ്ഡ്യയ്ക്കും വിശ്രമം അനുവദിച്ചേക്കും. ഈ സാഹചര്യത്തിൽ ഋതുരാജ് ഗെയ്ക്വാദിനെ നായകനാക്കാനാണ് സാധ്യത. നിലവിൽ മഹാരാഷ്ട്ര പ്രീമിയർ ലീഗിൽ കളിക്കുകയാണ് അദ്ദേഹം. അവസാന IPL-ലും മികച്ച പ്രകടനത്തോടെ ഋതുരാജ് കയ്യടി നേടിയിരുന്നു. സഞ്ജു സാംസണും സിംബാബ്വെ പര്യടനത്തിൽ ഉൾപ്പെട്ടേക്കും. T20 ലോകകപ്പ് ടീമിലുണ്ടെങ്കിലും കളിക്കാൻ അവസരമില്ല. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് സിംബാബ്വെക്കെതിരെ അവസരം ലഭിച്ചേക്കും. ഗൗതം ഗംഭീർ ഈ പരമ്പരയ്ക്ക് മുമ്പ് ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായേക്കും. എന്നാൽ സിംബാബ്വെ പര്യടനത്തിൽ ഇന്ത്യൻ ടീമിനൊപ്പം പോയേക്കില്ല. ശ്രീലങ്കൻ പരമ്പരയിലൂടെയാവും ഗംഭീർ ഔദ്യോഗികമായി ചുമതല ഏറ്റെടുക്കുക എന്നാണ് വിവരം. യുസ്വേന്ദ്ര ചഹാൽ, രവി ബിഷ്ണോയ് എന്നിവർ സ്പിൻ നിരയിൽ ഇടം പിടിച്ചേക്കും. അക്ഷർ പട്ടേൽ ടീമിലുണ്ടാകുമെന്നാണ് സൂചന. T20 ലോകകപ്പ് ടീമിൽ റിസർവ് താരങ്ങളായിരുന്ന ശുഭ്മാൻ ഗില്ലും ആവേശ് ഖാനും റിങ്കു സിംഗും പര്യടനത്തിൽ ഉൾപ്പെട്ടേക്കും. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായി തിളങ്ങിയ വെങ്കടേഷ് അയ്യരെ ഇന്ത്യ ടീമിലേക്ക് തിരികെ വിളിക്കുമെന്നാണ് ലഭിക്കുന്ന മറ്റൊരു സൂചന.